വിജയപാതയിൽ തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ചെന്നൈ സൂപ്പർ കിങ്സ്. എന്നാൽ ഇപ്പോഴും ചെന്നൈ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ അവസ്ഥ വളരെ അവതാളത്തിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒന്നാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൽ ഫേസ് ചെയ്യുന്ന ഒരു ഫോമില്ലായ്മ തന്നെയാണ് കേട്ടോ. സഞ്ജു സാംസൺ അവിടെ ഫോമിലേക്ക് വന്നാലും ഋതുരാജ് ഇതുവരെയും അവിടെ ഫോമിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുമാത്രമല്ല, ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പൊസിഷനിൽ വളരെ മെല്ലെപ്പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെന്നൈൻ്റെ സ്കോറിങ്ങിന് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസത്തെ കളി അതിന് ഉദാഹരണമാണ്. അതുമാത്രമല്ല, ഇതിനു മുൻപുള്ള കളികളിലെല്ലാം അദ്ദേഹം വലിയ രീതിയിൽ സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ അറ്റാക്കിംഗ് നടത്താനോ അദ്ദേഹത്തിനെ കൊണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ചെന്നൈ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന സൺറൈസേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ചെറിയ അഴിച്ചുപണികൾ ഉണ്ടാവുമെന്നും ടീമിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത് എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് ഈ ഒരു ഓപ്പണിംഗ് പൊസിഷൻ തന്നെയാണ്. ഓപ്പണിംഗിൽ സഞ്ജുവിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്ന യുവതാരമായിട്ടുള്ള ആയുഷ് മാത്രയാണ് എന്നാണ് പറയുന്നത്. ആയുഷ് മാത്രൻ്റെ ബാറ്റിംഗ് മികവ് തന്നെയാണ് കേട്ടോ അതിന് കാരണം അവിടെ ഒരു പൊസിഷനിൽ നിന്നിട്ട് സ്റ്റാൻഡ് ചെയ്ത് കളിക്കാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം മൂന്നാം സ്ഥാനത്തായിട്ട് ഋതുരാജ് ഗൈക്വാഡ് വരുമെന്നാണ്. അദ്ദേഹം എന്തായാലും ആ ഒരു പൊസിഷനിലും കംഫർട്ട് തന്നെയായിരിക്കും. അദ്ദേഹം ഒരുപാട് മത്സരങ്ങളിൽ ആ ഒരു മൂന്നാമത് പൊസിഷനിൽ ഇറങ്ങി കളിച്ചിട്ടുള്ളതുമാണ്. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നാലാമത് പൊസിഷനിലായിട്ട് ഡുവാൾഡ് ബ്രവിസും അഞ്ചാമത് പൊസിഷനിലായിട്ട് ശിവൻ ദുബൈയും ഇറങ്ങുമെന്നാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ സർഫാസ് ഖാൻ, അതേപോലെ തന്നെ ജിമ്മി ഓവർട്ടൺ, പിന്നെ ബോളേഴ്സിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നൂർ അഹമ്മദ്, പിന്നെ ഖലീൽ അഹമ്മദ്, അങ്ങനെയുള്ള ബോളിംഗ് നിരയാണ് എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വരാനായിട്ട് പോകുന്നത്. ടീമിൽ വലിയ ചേഞ്ച് കഴിഞ്ഞ മത്സരത്തിലെ പ്ലെയേഴ്സിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. പ്ലെയേഴ്സിനെ മാറ്റുന്നതിന് പകരം ടീമിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 3 മത്സരങ്ങൾ തോറ്റതിന് ശേഷം വിജയപാതയിലേക്ക് എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി എന്തായാലും ഈ ഒരു വിജയപാതയിൽ തന്നെ കുറച്ച് കളിയെങ്കിലും തുടർന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ പ്ലേ ഓഫിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം വലിയ മാർജിൻ -0.5 അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പോയിൻ്റ് പ്ലസ് ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയ മാർജിനിൽ തന്നെ മത്സരങ്ങൾ വിജയിച്ചാലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയപാത മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മത്സരങ്ങൾ വിജയിക്കേണ്ടത് വരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ.